ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അമ്മ ഉണ്ടാക്കിയ പഴുത്ത മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അധികം പഴുക്കാത്ത മാങ്ങ അരിഞ്ഞ് 10 മിനിറ്റ് ഉപ്പിട്ട് വെച്ചു. അതിനുശേഷം അച്ചാർ ഉണ്ടാക്കാനെടുത്ത പാത്രം ചൂടായപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തു. നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയാൽ ചീത്തയാവില്ലെന്നാണ് അമ്മ പറയുന്നത്. ദൂരെ ജോലി ചെയ്യുന്നവർക്ക് അച്ചാർ ഇട്ട് കൊടുത്തു വിടുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കണമെന്ന്. അറിയാത്ത കാര്യം പറഞ്ഞു തരുമ്പോൾ നമ്മൾ കേൾക്കണമല്ലോ അല്ലേ? അച്ചാർ ഉണ്ടാക്കാൻ അമ്മ മിടുക്കിയാണ്. കാര്യം പറഞ്ഞ് കാട് കയറി. അപ്പോഴേക്കും കടുക് പൊട്ടി അമ്മ ഉലുവ ഇട്ട് കൊടുത്തു. അച്ചാർ തിന്നാനുള്ള കൊതിയിൽ ഞാനും മോനും നോക്കി നിന്നു. അപ്പോഴേക്കും അമ്മ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുത്തു, ഇളക്കി. അതിനുശേഷം അതിലേക്ക് അമ്മ കറിവേപ്പിലയും ഇട്ടുകൊടുത്തു. കടുകുവറ. എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകുമത്രേ. ഞാൻ പറഞ്ഞതല്ല, അമ്മ പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. നല്ലപോലെ ഫ്രൈ ആയപ്പോഴേക്കും അമ്മ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തു. ആദ്യം അമ്മ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് പിന്നാലെ ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നാം ഇട്ട് കൊടുക്കാനുള്ളത് അച്ചാറിലെ മെയിൻ സാധനമാണ്, കായപ്പൊടി. അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി. അതിനുശേഷം അമ്മ അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അമ്മ സ്റ്റൗ ഓൺ ചെയ്യാൻ പറഞ്ഞു. ഈ അരപ്പ് തിളച്ച് വരുമ്പോൾ വേണം മാങ്ങ ഇട്ട് കൊടുക്കാൻ. പറഞ്ഞു തീരും മുന്നേ അമ്മ മാങ്ങ ഇടാൻ തുടങ്ങി. അമ്മയുടെ ഈ സ്പെഷ്യൽ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.